ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ നോക്കൂ. ഒന്ന് ലോക്സഭ, മറ്റൊന്ന് രാജ്യസഭ, മറ്റൊന്ന് പറഞ്ഞാൽ അപ്പോൾ പാർലമെൻ്റ് ഒരു വശത്ത്, അതോടൊപ്പം തന്നെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ട, ഭരണഘടന നിർവഹിച്ചിരിക്കുന്ന സ്ഥാനങ്ങളാണ്, ഇല്ലെങ്കിൽ സഭകളാണ്. അതിനെ ഇവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ബുൾഡോസ് ചെയ്യാണ്. ജനാധിപത്യത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും ഈ സ്ഥാപനങ്ങളുടെ പവിത്രതയെയും ഇവർ ബുൾഡോസ് ചെയ്യാണ്. നിങ്ങൾ നോക്കൂ, ഇവിടേക്ക് തന്നെ വരൂ. ലോക്സഭയും രാജ്യസഭയും എടുക്കുന്ന അതിൻ്റെ പൊതുവായ തീരുമാനങ്ങൾ, അതിൻ്റെ ചർച്ചകൾ, അതൊന്നുമില്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലുകൾ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കാൻ വേണ്ടി ഈ ജഗദീപ് ധൻഖറിനെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കൂലിപ്പടയാളിയെപ്പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. ശരിയല്ലേ അത്? ഇനി ഇവിടെ ജിൻഡോ പറഞ്ഞ മൈക്ക് ഓഫ് ചെയ്തു എന്ന് ആവർത്തിച്ച് പറയുന്ന, വേണുവും പറയുന്ന, അതിനും അപ്പുറത്ത് എത്രയോ വലിയ കാര്യങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യസഭയുടെ ചരിത്രത്തിൽ കീഴ്വഴക്കങ്ങളിൽ ഇതുവരെ അന്ന് 20ലധികം പേരാണ് സസ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ അത്രയും പേരെ സസ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെയും 1-2 ദിവസം, ഇല്ലെങ്കിൽ പരമാവധി എത്ര വരെ പോയാലും ആ സഭാ പീരീഡ് വരെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മൺസൂൺ സെഷൻ നടക്കുന്നത് 21 വരെയാണ് അവസാനിക്കുന്നത്, ഓഗസ്റ്റ് 21. ആ ഓഗസ്റ്റ് 21 ശേഷം ആ സസ്പെൻഷൻ തുടരുകയില്ല. അങ്ങനെ തുടർന്ന കീഴ്വഴക്കമില്ല. ചട്ടപ്രകാരം അത് തെറ്റാണ്. കീഴ്വഴക്കങ്ങളാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം പുതിയ കീഴ്വഴക്കം ഉണ്ടാക്കി. അത് നിങ്ങളുടെ ശുപാർശയിന്മേൽ ഒപ്പിട്ടതല്ലേ? അങ്ങനെ ചെയ്തേക്കൂ എന്ന് പറയുന്നത് ഒപ്പിടയല്ലേ? ഞാൻ പറയുന്നത് അങ്ങനെ പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ട ഇടാണോ അത്? നിങ്ങൾ പറയുന്നു ഭരണപക്ഷത്തോട് പിശകിയാൽ അങ്ങനെ പോകാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഭരണപക്ഷത്തിൻ്റെ വാറോലകളുടെ കീഴിൽ ഒപ്പിട്ട് നിൽക്കേണ്ട ഗതികേടുള്ള ഒരു സ്ഥാനമായിട്ടാണോ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിലെ ഉപരാഷ്ട്രപതി കസേരയെ കാണുന്നത്? അത് നോക്കൂ, അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇതാണ് പ്രശ്നം. അപ്പം ഞങ്ങൾ യഥാർത്ഥത്തിൽ ശ്രീ ജഗദീപ് ധൻഖർ എന്ന് പറയുന്ന വ്യക്തിയോട്, അദ്ദേഹം കാണിച്ച BJP അനുഭാവ നിലപാടുകളോട്, ജനാധിപത്യ വിരുദ്ധതയോട് ഇപ്പോഴും അഭിപ്രായ ഭിന്നതയുള്ളവരാണ്. എന്നിരിക്കലും അന്ന് രാവിലെ പോലും ജഗദീപ് ധൻഖറിൻ്റെ നിലപാടുകളോട് ശക്തമായി അഭിപ്രായ ഭിന്നതയുള്ളപ്പോൾ ഭിന്നത തന്നെ പറയുന്ന ആളാണ്. പക്ഷേ എന്താണ്, ആ പദവിയെ നമ്മൾ കാണണം. അത് ഭരണഘടനാപരമായ പദവിയാണ്. അവിടെ ആരിയ്ക്കുന്നു എന്നുള്ളതല്ല. ആ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് അസുഖം കാരണം അയാൾക്ക് പുറത്തു പോകണം, അയാൾ റിട്ടയർ ചെയ്യാണ്, അല്ലെങ്കിൽ റിസൈൻ ചെയ്യാണ്. എങ്ങനെയാണ് റിസൈൻ ചെയ്യേണ്ടത്? നിങ്ങൾ നോക്കൂ, ഇന്നത്തെ ദിവസം, നാളെ പാർലമെൻറ്റിൽ രാജ്യസഭയിൽ ശ്രീ കമൽഹാസൻ ഉൾപ്പെടെയുള്ളവർ രാജ്യസഭയിലേക്ക് എത്തുന്ന ദിവസമാണ് നാളെ. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ വരുന്ന ആ ഒഴിവുണ്ട്. ഇന്ന് പാർലമെൻറ്റിൽ നിന്ന് വളരെ പ്രമുഖരായിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള 6 പേര് ഇന്ന് റിട്ടയർ ആയിപ്പോയി. ആ റിട്ടയർ ആയിപ്പോയവരുടെ ഫെയർവെൽ സ്പീച്ച് ഉണ്ടായിരുന്നു. അത് അവരുടെ സ്പീച്ച് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് കക്ഷി നേതാക്കളുടെ സ്പീച്ച് ഉണ്ടായിരുന്നു. ഈവൻ JP നദ്ദ ഉൾപ്പെടെ ഇന്ന് ആശംസിച്ചു അവരെ ഫ്ലോറിൽ. അതൊരു ജനാധിപത്യ മര്യാദയുടെ ഭാഗമാണ്. അത് അവരുടെ ഡെമോക്രാറ്റിക്കായ അവകാശമാണ്. ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഒരാൾക്ക് അങ്ങനെ സ്വന്തം നിലയ്ക്ക് പറയാൻ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറയാൻ, ഫ്ലോറിൽ ഞാനിതാ പോവുകയാണ് എന്ന് പറയാനുള്ള അവകാശം, അതും സഭ നടക്കുന്ന സമയം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സഭ നടക്കാത്ത സമയമാണെങ്കിൽ പിന്നെയും അതിനെ വിശദീകരിക്കാം. സഭ നടക്കുന്നൊരു സമയത്ത് വൈകുന്നേരം വരെ സഭയിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് തുടർന്നുള്ള മണിക്കൂറുകളിൽ നാളെ പുലർച്ചെ നിൽക്കുന്നതിന് മുമ്പ് രാജിവെച്ചേക്കണമെന്നൊരു തിട്ടൂരം കൊടുത്തത് ആരാണ്? അങ്ങനെ കൊടുക്കുന്ന ഈ കൂട്ടർ ഈ ഭരണഘടനാ സ്ഥാപനത്തോട്, ആ ഭരണഘടനാ സ്ഥാനത്തോട് എന്ത് മതിപ്പാണ് വെച്ച് പുലർത്തുന്നത്? അതിൻ്റെ അർത്ഥം BJP ഗവൺമെൻറ്റിനും RSSനും ഭരണഘടനയോട് അങ്ങേറ്റത്തെ പുച്ഛാണ്. ഞങ്ങൾ പറയുന്നത് കേട്ട് തമ്പ്ര വിളിച്ച് നിന്നില്ല എങ്കിൽ നിന്നെയൊക്കെ പുറത്താക്കി കളയുമെന്നാണ്. അത് ആരോടാണ് പറയുന്നത്? BJPയുടെ ക്യാബിനറ്റിൽ ഒരു മന്ത്രിയെ പുറത്താക്കുന്നെങ്കിൽ നിങ്ങൾ പുറത്താക്കിയോ? ഒരു ഘടകകക്ഷി നേതാവിനെ പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കിയോ? BJPയുടെ ഒരു MPയോട് രാജിവെക്കാൻ പറയുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ രാത്രിയിലെങ്കിൽ രാജിവെച്ചോ? പക്ഷേ ഇതങ്ങനെ അല്ലല്ലോ. നിങ്ങൾ വോട്ട് ചെയ്ത്, നിങ്ങൾ ശുപാർശ ചെയ്ത് വന്നയാളാണ് എങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ കസ്റ്റോഡിയന്മാരിൽ ഒരാളാണ്. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവി നിർവഹിക്കുന്നയാളാണ്. ആ പദവിയോട് നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അത് നിങ്ങളിങ്ങനെയാണ് പെരുമാറിയത്.